ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരിക്കലും അടുത്തിടപെടരുത്. ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിൽ സംശയപരമായ ബന്ധമേ ഉണ്ടാകാവൂ. അബ്രഹാമിക കരാറുകൾ എന്നൊരു വശത്ത് പറയുകയും അതേസമയം തന്നെ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്രയേലിനെ സംശയിക്കുകയും ഇസ്രയേൽ എക്കാലത്തും ഒരു ഫിയർ സൈക്കോസിസിൽ നിൽക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ആയുധ കച്ചവടം മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിൻ്റെ അമേരിക്കൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിന് ഇതൊരു ചെറിയ പരിഹാരമല്ല അവിടെ വേണ്ടത്. ഇപ്പം ലോക വ്യവസ്ഥ ഈ രൂപത്തിൽ നിൽക്കുമ്പോൾ നിരന്തരമായി ഹോട്ട്സ്പോട്ടായി ഹോട്ട് ബെഡ് ഓഫ് ടെറർ ഒരിക്കൽ കൂടി ഹോട്ട് ബെഡ് ഓഫ് ടെറർ ആയിട്ട് മാറുകയാണെങ്കിൽ ഇപ്പോഴങ്ങനെ പറയാനാവില്ല. ഇപ്പം ടെറർ അല്ല ഇവിടെ വിഷയം, ഇവിടെ ടെററിസം അല്ല ഇവിടെ വിഷയം, മറിച്ച് ഇൻസ്റ്റബിലിറ്റിയാണ്. ഇൻസ്റ്റബിലിറ്റി വിൽ അൾട്ടിമേറ്റ്ലി ലീഡ് ടു ദ ഫെയിൽഡ് സ്റ്റേറ്റ് സ്റ്റേറ്റസ് ആൻഡ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ടെററിസ്റ്റ്. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അത് ഒഴിവാക്കാൻ ലോകം ഉണർന്ന് പ്രവർത്തിക്കണം. ഇസ്രയേൽ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം ഇസ്രയേൽ വലിയ 2 യുദ്ധങ്ങൾ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞു എന്ന് പറയാനാവില്ല. ഒരു യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നു, ഇറാനുമായ യുദ്ധം. ഇവിടെ ഗാസയിലെ യുദ്ധം ഇന്ന് നാളെ ഇങ്ങനെ അവസാനിക്കും എന്ന പ്രതീക്ഷയിൽ നിൽക്കുന്നു. മറ്റൊരു പോർമുഖം കൂടെ തുറക്കാനുള്ള ആരോഗ്യം ഇസ്രയേലിനുണ്ടോ? അഭികാമ്യമാണോ? അത് ലോകം കണ്ണുമടച്ചതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതെല്ലാം തന്നെ. അത് മാത്രമല്ല, നമ്മുടെ ആളുകൾ ഇവിടെയുണ്ട്. ആ പ്രദേശം സിറിയ എന്നല്ല, മധ്യ പൗരസ്ത്യ പ്രദേശത്ത് സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ തർക്കങ്ങളും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി, ഇപ്പോൾ ഇസ്രയേൽ ഇറാൻ യുദ്ധം ഇസ്രയേലും ഇറാനിലുമുള്ള ആളുകളെ മാത്രമല്ല ബാധിച്ചത്. 2 ദിവസത്തേക്ക് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തപ്പോൾ എന്തുമാത്രം കൺഫ്യൂഷനാണ് അവിടെ ഉണ്ടായതെന്ന്. ശരിയാണ്. അപ്പം നമ്മുടെ ജീവിതോപാധിയെ പോലും, കേരളത്തിൻ്റെ ഉൾപ്പെടെ ജീവിത ഉപാധിയെ ബാധിക്കുന്ന രീതിയിലേക്ക് ഒരു സംഘർഷം വളരാതിരിക്കേണ്ടത് നമ്മുടെ കൂടെ ആവശ്യമാണ്.